Hey guys, so once again welcome back to our brand new video. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പനിയുണ്ടല്ലോ കണ്ട പോലെ തന്നെ ബ്ലോക്ക്ലീൻ ബോർഡ് ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു പോർഷൻ എങ്ങനെ നമുക്ക് അലൈറ്റ് മോഷൻ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ സംഭവം ചെയ്യുന്നത് പറയുമ്പോൾ അലൈറ്റ് മോഷനിലാണ്. അലൈറ്റ് മോഷൻ XML വഴിയാണ് ചെയ്യുന്നത്. സോ XML ആകുമ്പോൾ വളരെ സിമ്പിളാണ്. ആ ഒരു XML നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് മാത്രം നിങ്ങളുടെ ടെക്സ്റ്റാക്കി മാറ്റിയാൽ മതി. സോ വേറെ ഒന്നും പണിയില്ല. ഓക്കെ, സോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. സോ വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെൽ സിംബൽ ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഒരു XML ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് ആ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ക്രോം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. അതിനകത്ത് ഡൗൺലോഡ് എനിവേ കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി താഴത്തായിട്ട് ക്രോം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു XML ഫയലുകളൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് സെക്ഷൻ എടുക്കുക. ഇതിനകത്ത് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് ആ ഒരു ഷെയർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അലൈറ്റ് മോഷൻ ആ ഒരു ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണല്ലോ അലൈറ്റ് മോഷനിൽ ഇമ്പോർട്ട് ആവും. അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്രോജക്റ്റ് സെക്ഷൻ എടുക്കുക. ഇതിനകത്ത് ഗ്ലിച്ച് ആൻഡ് റോ ബൈ ഡെവിൾസ് ഗെയിമിംഗ് ആ ഒരു പ്രോജക്റ്റ് ആണല്ലോ വന്നിട്ടുണ്ടാവും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഇതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ചാനലൊക്കെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ചാനലൊക്കെ ഇവിടെ റീപ്ലേസ് ചെയ്യണം. ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് 1 ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് 1 എന്ന് എഴുതിയിട്ട് കാണിക്കുന്നുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ സെലക്ട് ആവും. അതിനുശേഷം അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. ആൻഡ് ജസ്റ്റ് ഫസ്റ്റത്തെ ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പേരുകളൊക്കെ ആണുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ നെയിമുകളൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു നെയിമുകളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ് ഒരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ താഴത്തെ ഒരു ടെക്സ്റ്റും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ടെക്സ്റ്റും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ മുകളിൽ കൊടുത്ത ആ ഒരു സെയിം നെയിം അതേപോലെ താഴത്തും കൊടുക്കുക. അതിൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് താഴത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ അടിക്കുക. നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻട്രോയിൽ നിങ്ങളുടെ നെയിമുകളൊക്കെ അവിടെ റീപ്ലേസ് ആയി വരും. അത്ര എൻ്റെ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മൂവുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ആൻഡ് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ജസ്റ്റ് നോക്കി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു മുകളിലത്തെ ആ ഒരു ആരോ മാർക്ക് കാണാനായിട്ട് പറ്റും. എക്സ്പോർട്ടിൻ്റെ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും വീഡിയോ എന്ന് പറയുമ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന ഇതിനും കിടക്കാച്ച കണ്ടൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അത്രയാണ് പറയാനായിട്ടുള്ളത്. അടുത്തൊരു കിടക്കാച്ച വീണ്ടും കണ്ടുകൂട്ടാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.